ഋഷിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അല്ലേ ഞാൻ തല്ലിയത്. ഇസബെല്ലയോട് തെറ്റായ രീതിയിലൊന്നും പെരുമാറിയിട്ടുമില്ല. അമ്മ, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്റെ മനസ്സിൽ ദേവിയേ ഉള്ളൂ. ഒക്കെ ഞാൻ ദേവിയെ പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മ ഒന്നവളെ വിളിക്ക്. ഇല്ല നന്ദ, ഞാൻ വിളിച്ചിട്ട് കാര്യമില്ല. എന്നാ ഞാൻ വിളിക്കാം. ഞാനെന്തായാലും ദേവിയെ വിളിക്കാൻ പോവാ. നീ അവളോട് എന്തു പറയും? ഞാൻ ദേവിയോട് ഒക്കെ പറയാം. എല്ലാം തുറന്നു പറയും. നീ ആ ഫോൺ കട്ടി. അമ്മേ, കട്ടിയൻ. എന്തൊക്കെയാ നീ പറയാൻ പോകുന്നത്? ഞാനൊന്ന് കേക്കട്ടെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഫയൽ എടുത്ത് വെച്ചെന്ന് പറയാം. ഏത് പ്രത്യേക സാഹചര്യത്തിൽ? ഇസബെല്ല പറഞ്ഞിട്ട്. ഇസബെല്ല പറഞ്ഞാ നീ എന്തിനനുസരിക്കണമെന്ന് ദേവിക ചോദിച്ചാ? ഒന്നോ രണ്ടോ ചോദ്യങ്ങളല്ല, നിനക്കറിയാവുന്ന എല്ലാം പറയണം. പറയാം, ഞാൻ പറയാം. ഋഷിയുടെ കൊലപാതക കാര്യവും പറയണം. ഒരു ഫയല് കാണാനില്ലാത്തതിന് നിനക്കെതിരെ കേസ് കൊടുത്തതാ ദേവിക. അപ്പൊ നീ കൊലപാതകം നടത്തിയെന്നറിഞ്ഞാ അവള് പോലീസിൽ അറിയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഞാൻ അവളെ കുറ്റപ്പെടുത്തിയതല്ല. സിദ്ധുവിനേക്കാൾ ആദർശമുള്ളവളാ ദേവിക. നീ ഒരു കൊലയാളിയാണെന്നറിഞ്ഞാൽ അവൾ നിന്നെ രക്ഷിച്ച് നിന്നോടൊപ്പം പഴയതുപോലെ ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവള് സിദ്ധുവിനോട് പറഞ്ഞ് നിന്നെ ജയിലഴിക്കുള്ളിലാക്കില്ലേ? ജയിലിൽ പോവാനായിരുന്നെങ്കിൽ ഇത്ര കാലം നീ എന്തിനാ കൊലപാതകം ഒളിച്ചു വെച്ചു? അമ്മമാര് കള്ളം പറയും, തെറ്റിനും കൂട്ടുനിൽക്കും. അത് മക്കളെ രക്ഷിച്ചെടുക്കാനാ. ദേവികയെ പോലൊരു ഭാര്യ കൂട്ടു നിൽക്കില്ല ഒന്നിനും. ഫയല് മോഷ്ടിച്ചതൊക്കെ മറന്നേക്കും. പക്ഷേ ഇസബെല്ലയ്ക്കൊപ്പം രാത്രി കഴിഞ്ഞത് അവളുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഒരു പെണ്ണിനും അത് സഹിക്കില്ല, പൊറുക്കാനും പറ്റില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്യണോ അമ്മേ? കാത്തിരിക്കുക, അല്ലാതെ മറ്റൊന്നും പറയാനില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ, അവളുടെ നിലപാട് എന്താണെന്ന് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. ഇപ്പൊ ഒന്നും ആരോടും വിളിച്ചു പറയാൻ നിൽക്കണ്ട. അതാ നിനക്കും എനിക്കും നല്ലത്.